പക്ഷെ എന്തോ പ്രത്യേക അജണ്ടയായിട്ട് വന്നാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. എന്റെ പെരുമാറ്റം നന്നായി പോയേ എന്ന് പറഞ്ഞ് നാട്ടിൽ നടക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് UDF പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഏതെങ്കിലും കൂട്ടരുമായിട്ട് ബന്ധപ്പെടുന്നതും സ്ഥാപിക്കലാണ്. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായും ബന്ധമില്ല. നിങ്ങളുടെ പാർട്ടി എന്നല്ല, എല്ലാ പാർട്ടികളിലും അതേ ഉള്ളൂ. വാലും നൂലും ഇല്ലാത്തവനെ ഇവിടെ ആരും മുഖ്യമന്ത്രി ആക്കില്ല ഗൗതമി. എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുകയാണ്. ഓഹോ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. പിന്നെ ഏതെങ്കിലും ശക്തികളോട് ചോദിക്കാറുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചുകൂടി. വേണ്ട, നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടെയും അത് കാണുന്നുണ്ട് ഞാൻ. മനസ്സിലാക്കി കളഞ്ഞല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ധാരണകളുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ചോദ്യം. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എനിക്കറിയില്ലേ, കുറെ നാളുകൊണ്ട് ഞാൻ പുറകെ നടക്കുകയല്ലേ. ഞങ്ങള് ഇന്ന് സ്വീകരിക്കുന്ന നിലയല്ല, എത്രയോ കാലമായിട്ട് സ്വീകരിക്കുന്ന നിലയാണ്. മിടുക്കൻ കൈകൊണ്ട് വെച്ച് കീറിഞ്ഞ് മണ്ടത്തരം പറയാനാ കഴിവേ. എന്നാൽ അതാണോ കോൺഗ്രസ്? അതെല്ലാം കോൺഗ്രസ് ചെയ്തല്ലേ ഇവിടെ. അങ്ങനെ ഇല്ല എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. അവരെ നിങ്ങൾക്ക് പവിത്രീകരിക്കണം. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഒരു ശുദ്ധന്മാര്, വർഗീയതയെ തീണ്ടാത്തവര് എന്ന് സ്ഥാപിക്കണം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എന്നിട്ട് എല്ലാ കാലത്തും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന LDF-നെ മോശമായി ചിത്രീകരിക്കണം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അതാണ് നിങ്ങളുടെ ആവശ്യമാണ്. ഓഹോ, അങ്ങനെയാണല്ലേ? ഇതങ്ങനെയല്ലേ? എന്ത് ചെയ്യാനാണ്? നാട്ടുകാർക്ക് വിശ്വസിക്കണ്ടേ? എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലേ കെട്ടി വെക്കുന്നത്? ജനങ്ങളുടെ അനുഭവത്തിലല്ലേ കാര്യങ്ങൾ വിലയിരുത്തുക. തോറ്റതാണല്ലോ ഈ സർക്കാർ, നേരത്തെ തോറ്റു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജനങ്ങളുടെ വിധിയെഴുത്ത് മാത്രമേ ബാക്കിയുള്ളൂ. അതൊക്കെ നിങ്ങൾ അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഭരിക്കണ്ട. കേരളത്തിൽ 10 വർഷം ഭരിച്ചൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഇന്ന കാര്യങ്ങളിൽ വിരുദ്ധ വികാരമുണ്ട് എന്ന് പറയും. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. അത്തരം ഏതെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്? അതൊന്നും ചർച്ച ചെയ്യരുതേ എന്നല്ലേ ഈ പറയുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അത് ചർച്ച ചെയ്ത് പോയാൽ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. നീ ഒന്നും പണയണ്ട. എന്റെ പെരുമാറ്റം നന്നായി പോയേ എന്ന് പറഞ്ഞ് നാട്ടിൽ നടക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഇന്നലെ ഒന്ന് പ്രവർത്തനം നടത്തിയ ആളല്ലാരും. ജനങ്ങളുടെ ആവശ്യം സർക്കാരിന്റെ കണ്ണിൽ അനാവശ്യമാകുന്നതാണ് അങ്ങയുടെ ഭരണത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം. നിഷേധിക്കാൻ പറ്റുമോ? പക്ഷെ എന്തോ പ്രത്യേക അജണ്ടയായിട്ട് വന്നാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. കറക്റ്റ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.